ഹലോ ഗൈസ്, അങ്ങനെ സച്ചിയുടെ ഫോണിൽ നിന്നും ശരത്ത് മോഷ്ടിക്കുന്ന വീഡിയോ മീര ശ്രുതിക്ക് അയച്ചു കൊടുക്കുന്നതിനിടയിൽ സംശയം തോന്നിയിട്ട് സച്ചി ആ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങി നോക്കിയപ്പോ ഗാലറി ഓപ്പൺ ആയിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ ഫോൺ നിനക്ക് കോൾ ചെയ്യാൻ വേണ്ടി തന്നത്, എന്നിട്ട് നീ എന്തിനാ എന്റെ ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്തേക്കുന്നത്? ഇത് കേട്ടപ്പോ തന്നെ മീരയ്ക്ക് ആകെ പേടിയാവാൻ കേട്ടോ. കാരണം സച്ചി എന്ന് പറഞ്ഞ് കേൾക്കുന്നത് തന്നെ മീരയ്ക്ക് പേടിയാണ്. മീര പേടിച്ച് വരച്ചോണ്ട് തന്നെ വായിൽ വരുന്ന ഒരു നുണ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ. തൽക്കാലം കേട്ടാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നുണയാണ് മീര പറഞ്ഞേക്കുന്നത്. പക്ഷേ സച്ചി കണ്ണും പൂട്ടി അത് വിശ്വസിച്ചിട്ടില്ല. സച്ചിയുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പാനിക് ആയി പോയ മീര പറയുന്നുണ്ട്, നീ എന്നെ ഇവിടെ നിർത്തി ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്ക്, ഞാനേ മറ്റേതെങ്കിലും വണ്ടി വിളിച്ച് പൊയ്ക്കോളാം. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് മീര അവിടെ നിർത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ കാറിൽ നിന്നും ദേഷ്യപ്പെട്ട് മീര ഇറങ്ങി പോവാണ്. പക്ഷെ സച്ചി ആണെന്നുണ്ടെങ്കിൽ മീരയെ വിടുന്നില്ല കേട്ടോ. മീരയുടെ പിന്നാലെ തന്നെ കാറ് പിടിച്ച് വെച്ചേക്കാണ്. മീരയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് പോയിട്ട് ഒരു ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയും വിളിച്ച് പോകുന്നുണ്ട്. മീരയുടെ പ്രകൃതവും മീരയുടെ പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് സച്ചിക്ക് നല്ല സംശയം തോന്നാണ്. അതുകൊണ്ടാണ് സച്ചി നേരെ മീരയുടെ പിന്നാലെ തന്നെ വിടുന്നത്. മീര ഇനി എങ്ങോട്ടാ പോകുന്നതെന്നാണ് കേട്ടോ വാച്ച് ചെയ്യുന്നത്. അങ്ങനെ കാറില് സച്ചി മീരയുടെ പിന്നാലെ തന്നെ വിട്ട സമയത്താണ് മീര ഒരു സ്ഥലത്ത് നിർത്തി നേരെ പോകുന്നത് ശ്രുതിയുടെ അടുത്തോട്ടാണ്. മീര നേരെ ശ്രുതിയുടെ അടുത്തോട്ട് പോകുന്നത് കണ്ടിട്ട് സച്ചിക്ക് നല്ല സംശയം തോന്നാണ് കേട്ടോ. ശ്രുതി എന്തിനോ മീരയെ പറഞ്ഞയച്ചതാണെന്നുള്ളത്. കാരണം മീര ഇനി എങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിലും സച്ചിയുടെ വണ്ടി വിളിക്കാറില്ല. അപ്പോ ശ്രുതി ഒരിക്കൽ എന്തോ ഒരു ചതിക്കണിയാണ് ഇതെന്നുള്ളത് സച്ചിക്ക് മനസ്സിലാവാണ്. എന്നാലും രണ്ടിലൊന്ന് അറിയാൻ വേണ്ടിട്ട് സച്ചി നേരെ ദേഷ്യപ്പെട്ടോണ്ട് കാറിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നേരെ പോയിട്ട് മീരയോട് ദേഷ്യപ്പെട്ട് രണ്ട് വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ മീരയുടെ ഫോൺ വാങ്ങി നോക്കുന്ന സമയത്ത് മീരയുടെ ഫോണിൽ 70% ഉണ്ട്. ഇത് കണ്ടിട്ട് സച്ചി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം ഫോണിൽ ചാർജില്ലെന്ന് പറഞ്ഞിട്ടാണ് സച്ചിയുടെ ഫോൺ വാങ്ങിയത്. അപ്പൊ തന്നെ സച്ചി ഉറപ്പിക്കാണ്, എന്തോ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടാണ് അവൾ എന്റെ വണ്ടിയിൽ കയറിയത് എന്നുള്ളത്. അവിടെ ഇട്ട് മീരയെ നിർത്തി പൊരിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അവസാനം ഒരു നിവൃത്തിയില്ലാതെ മീരക്ക് സത്യങ്ങൾക്ക് ഏകദേശം തുറന്നു പറയേണ്ട അവസ്ഥ വരെയാണ്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്തോ. മീര സത്യങ്ങൾ പറയുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡ്. ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. കാരണം ഈ ശ്രുതി ഓരോന്ന് ചെയ്തു കൂട്ടുന്ന കണ്ടിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മീരയാണ് കേട്ടോ. മീരയാണെങ്കിൽ സച്ചിയുടെ കാറ് ലക്ഷ്യമാക്കിക്കൊണ്ട് റോഡരികിലൂടെ നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ സച്ചിയുടെ കാറും സച്ചിയെയും കാണിക്കുന്നത്. ആ സച്ചിയല്ല നിൽക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീരയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അതെടുത്ത് നോക്കുമ്പോഴാണ് അത് ശ്രുതിയാണ് കേട്ടോ. ഈ ശ്രുതി എന്തിനു ഇപ്പൊ തന്നെ വിളിക്കുന്നത്? കാര്യം കഴിഞ്ഞ് ഞാൻ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വിളിച്ചാ പോരെ. ഇതും പറഞ്ഞോണ്ട് മീര ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ശ്രുതി. ആ മീര എന്തായി? എന്താവാൻ? ഞാൻ സച്ചിയുടെ കാറിൽ പോലും കയറിയിട്ടില്ല. നീ അതിനു മുന്നേ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതെ. ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചാലേ അവന് സംശയം തോന്നും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ഓൺ ആക്കി നിന്നെ വിളിച്ചോളാം. ആ മീരെ ഒന്ന് സൂക്ഷിക്കണേ. ഹോ, സൂക്ഷിക്കണേന്ന് നീ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. സിംഹത്തിന്റെ മുന്നിലോട്ടാ നീ എന്നെ എറിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി എന്തൊക്കെ ഉണ്ടാവോ ആവോ. ദേ എനിക്ക് വേണ്ടിയേ നീ അമ്പലത്തിൽ പോയി എന്ന് പ്രാർത്ഥിച്ചോ. എന്നെ തിരിച്ചു കിട്ടിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. നീ എന്തിനാ പേടിക്കുന്നത്? അവൻ എങ്ങാനും നിന്റെ ദേഹത്ത് കൈവച്ചാ പിന്നെ അത് കേസ് മാറും. അവൻ അഴി എണ്ണേണ്ടി വരും. നീ അങ്ങനെ ചിന്തിക്കൂ. കാരണം സച്ചി അങ്ങനെയുള്ള ഒരാളല്ല. സച്ചി പെമ്പിള്ളേരുടെ ദേഹത്തൊന്നും കൈവയ്ക്കില്ല. അതാണ് ഏക ആശ്വാസം. പക്ഷേ അവൻക്കെതിരെയുള്ള ഈ കളിയെങ്ങാനും വെളിച്ചത്തായി കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ കൊല്ലൂ. മീരെ നീ ഭയപ്പെടാതെ, നമുക്കിത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. നീ ഞാൻ പറഞ്ഞ പടി നല്ല വൃത്തിക്ക് ചെയ്യാൻ നോക്ക്. നീ ഉണ്ടല്ലോ എന്നെ ഇരയായിട്ട് അവന്റെ മുന്നിലോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുക. നീ എനിക്ക് വേണ്ടി തൽക്കാലം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇത് മാത്രമാണോ? ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം ഉണ്ടല്ലോ സച്ചി നിന്നെ കൊല്ലാതെ വിട്ട ഭാഗ്യം. ദേ മീരെ നീ ഇത്തരം സംസാരങ്ങളൊക്കെ ഒഴിവാക്ക്. സച്ചിക്ക് ഇപ്പൊ വേറെ ഏതെങ്കിലും ട്രിപ്പ് വന്ന് അവൻ പോയി പോവും. അതിനു മുമ്പേ തന്നെ അവനെ നീ പോയി പിടിക്കാൻ നോക്ക്. ആ അത് ശരിയാ, 1-2 പേര് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഞാനൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എന്തായിരുന്നു നിന്നോട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിവരം വിളിച്ചറിയിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് മീര നേരെ സച്ചിയുടെ കാറിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. പെട്ടെന്ന് അപ്പോഴേക്കും വേറൊരു സ്ത്രീ വന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, അതെ ഓട്ടം പോവില്ലേ? ആ പിന്നെ ഓട്ടം പോവാനല്ലേ കാർ ഇട്ടേക്കുന്നത് ചേച്ചി. അത് ശരിയാ. അല്ല ചേച്ചി എവിടേക്കാ? അത് ഞാൻ പറയാം, നീ കാർ എടുക്ക്. ഓ ശരി. അങ്ങനെ കാർ എടുക്കാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ മീര അങ്ങോട്ട് ഓടിയെത്തുന്നത്. സച്ചി സ്റ്റോപ്പ്. ഇത് കണ്ട സച്ചി ഞെട്ടുന്നുണ്ട് കേട്ടോ. ആരാ? ഞാനാ? നീയോ?
മീര എന്താ ഇവിടെ? അത് പിന്നെ ഞാനൊരു കാർ ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ അയാളിപ്പോ ഇങ്ങോട്ട് വരുന്നില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് സച്ചി എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യും. അയ്യോ അത് പറ്റില്ലല്ലോ, ദേ പിന്നില് വേറെ വണ്ടിയുണ്ട്, എനിക്കൊരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. അയ്യോ അത് പറഞ്ഞാ പറ്റില്ല സച്ചി, ഞാൻ പരിചയമുള്ള വണ്ടികളിൽ മാത്രമേ കയറാറുള്ളൂ, അതുകൊണ്ടാ സച്ചി, പ്ലീസ് എന്നെ ഒന്ന് അവിടെ വരെ. അതിന് നീ പേടിക്കണ്ട മീരെ, ഇവന്മാരൊക്കെ നമ്മുടെ പിള്ളേരാണ്, നിന്നെ എവിടെ ഇറക്കണോ അവിടെ കൃത്യം ഇറക്കിയിരിക്കും അല്ലേടാ? അതെ അതെ, എവിടെ പോകേണ്ടത്? എനിക്ക് എവിടെയും പോകണ്ട, എനിക്ക് സച്ചിയുടെ കാറിൽ തന്നെ യാത്ര ചെയ്താൽ മതി. സച്ചി ഇവരെ നിനക്കല്ലേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ലല്ലോ. അയ്യോ അതിന് നീ പേടിക്കേണ്ട മീരെ, ഇവന്മാർ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടപ്പറപ്പുകളെ പോലെയാ. വിശ്വസിക്കാം. ഇവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് കള്ളലക്ഷണം തോന്നുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. സച്ചി പ്ലീസ് എന്നെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യ്. ഷോ ഇത് വലിയ കഷ്ടമാണല്ലോ. ദേ കൊച്ചേ, ഞാനാണ് കാർ ആദ്യം ബുക്ക് ചെയ്തത്, അതുകൊണ്ടേ നീ പിന്നിലെ വണ്ടി പോവാൻ നോക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചേച്ചി. ദേ നിനക്ക് പോവാണെന്നുണ്ടെങ്കിലേ പിന്നിലെ വണ്ടി വിളിച്ച് പോവാൻ നോക്ക്. അതെ മുന്നിൽ നിന്നൊന്ന് മാറി തന്നാൽ നന്നായിരുന്നു, എനിക്ക് വണ്ടി എടുക്കായിരുന്നു. ഇത് പറഞ്ഞപ്പോ തന്നെ മീരക്ക് മറ്റൊന്നും പറയാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല കേട്ടോ. ആ സമയത്ത് പിന്നിലിരിക്കുന്ന ലേഡി പറയുന്നുണ്ട്, പാവം കൊച്ച്, എന്തൊരു നിഷ്കളങ്കമായ മുഖം, പാവം. അതെ ഞാൻ ഇവിടെ ഇറങ്ങുവാ. അതെന്ത് പറ്റി ചേച്ചി? വേറൊന്നും അല്ല, ഞാൻ പിന്നിലുള്ള വണ്ടിയിൽ കയറിക്കോളാം. ആ കുട്ടിക്ക് എന്തോ ധൈര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ കാറിലൊന്നും കയറാത്തത്. എനിക്ക് പിന്നെ അതൊന്നും കുഴപ്പമില്ല, അതുകൊണ്ടേ മോൻ ആ കൊച്ചിനെ കൊണ്ടാക്കിക്കോ. ഇതും പറഞ്ഞിട്ട് ആ കാറിൽ ആ ലേഡി ഇറങ്ങുന്നുണ്ട് കേട്ടോ. മോളെ, മോക്ക് അറിയാത്ത വാഹനത്തിൽ പോകുന്നത് പേടിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ പൊക്കോ, ഈ കാറിൽ പൊയ്ക്കോളാം, എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ. താങ്ക്സ്, ഞാൻ ഈ ഒരു ഉപകാരം ഒരിക്കലും മറക്കില്ല. ഓ നന്ദിയൊന്നും വേണ്ട, ഇങ്ങനെ ഉപകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്താൽ മാത്രം മതി. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ആന്റി. എന്ത് ആന്റിയോ? അയ്യോ സോറി ചേച്ചി, ചേച്ചിന്ന് വിളിക്കാനുള്ള പ്രായമുള്ളൂ. അങ്ങനെ പറ. എന്നാ ശരി. ഇതും പറഞ്ഞോണ്ട് ആ ലേഡി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്നാ പിന്നെ കാറി കയറിക്കോ, അവര് പോയല്ലോ. താങ്ക്സ് സച്ചി, എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട, അവരെ ഇറങ്ങി തന്നതോട് നിനക്കിപ്പോ കാറി കയറാൻ പറ്റി. അല്ല എങ്ങോട്ടാ പോണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നീ ആദ്യം വണ്ടി എടുക്ക്, ഞാൻ പറയാം. അതെ ഒരുപാട് ലോങ് ആണോ? ഏയ് അങ്ങനെ ഒരുപാട് ലോങ് ഒന്നും അല്ല. ശരി. അങ്ങനെ കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ആ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ടേ, അതെ ഞാൻ നിന്നോട് എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുമായിരുന്നു, ഇപ്പൊ എന്തായാലും ചോദിക്കാലോ. ഇപ്പൊ പാർലറേറ്റത്തി ഇല്ലല്ലോ. എന്താ സച്ചി? അല്ല വേറൊന്നും അല്ല, ഈ പാർലറേറ്റത്തിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നിനക്ക് നിർത്തിക്കൂടെ? അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞത്? അല്ല അവളൊരു കേടിയാണ്. കേടിയോ? അങ്ങനെയൊന്നും അല്ല, ശ്രുതി ഒരു പാവമാണ്. നിങ്ങൾക്കാർക്കും ശരിക്കും ശ്രുതിയെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്കല്ല മനസ്സിലാവാത്തത്, നിനക്കാണ്. അതുകൊണ്ടാണല്ലോ നീ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവളുടെ കൂടെ നിൽക്കുന്നത്. അവളെ നല്ല ഒന്നാന്തരം കേടിയാ, ആവശ്യം വന്നാൽ നിന്നെ അവള് തട്ടാൻ മടിക്കില്ല. നിങ്ങളോട് ആരോട് അങ്ങനെ ചെയ്താലും അവൾ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല. ഓ ശരി ശരി, നിങ്ങൾ തമ്മിൽ വിശ്വസ്തമായ ഫ്രണ്ട്സ് അല്ലേ? അവൾ അവളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിന്നെ യൂസ് ചെയ്യുവാ കൊച്ചേ. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. സച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് എനിക്കൊരു കുഴപ്പമില്ലേ, എന്ത് വേണമെങ്കിലും ചെയ്തോ. സച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഈ കാർ ഓടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മുറി കിട്ടാനുള്ള കാശൊക്കെ കിട്ടുമോ? എനിക്ക് 2 കാറുണ്ട്, ആ 2 കാറും ഓട്ടം പോകുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യയ്ക്ക് നല്ല അസല് ജോലിയുണ്ട്. അവക്കും കാശ് തന്നെയാണ് കിട്ടുന്നത്, അല്ലാതെ പോവിറ്റ ഇല കൊടുക്കത്തില്ല. സച്ചി ഞാൻ ചോദിച്ചതാ, അതിന് നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അല്ല പിന്നെ നീ എന്ത് ചോദ്യം ചോദിച്ചത്? അല്ല എന്റെ വീട്ടിൽ മുറി കെട്ടാൻ പോകുന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഓ പാർലറേട്ടത്തിയുടെ കൂട്ടുകെട്ടാണല്ലോ, അവള് പിന്നെ എല്ലാം നിന്നോട് പറയുമല്ലോ. അങ്ങനെ എല്ലാം പറയാറില്ല, കുടുംബകാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ ചീപ്പാണ്. അതിനവളെന്നോട് ചീപ്പായിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഓ തന്നെ ഒന്നും പറഞ്ഞില്ല. അല്ല നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ? നിനക്കിപ്പോ ഒരു ജോലിയില്ലേ, അപ്പോ വീണ്ടും ഒരു ജോലിക്ക് അപേക്ഷിക്കുകയാണോ? അത് പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ അതിന് പോകുന്നതല്ലേ നല്ലത്. അത് ശരിയാ, അല്ലെങ്കിലേ വീട്ടിലിരുന്നേ പാർലറേറ്റത്തിൽ പോലെ ഒരു കേടിയായിട്ട് മാറും. നീ എന്തിനാ സച്ചി ആ പാവത്തിന് ഇങ്ങനെ കേടിന്നൊക്കെ വിളിക്കുന്നത്? അവള് നല്ല ഒന്നാം തരം കേടിയാ, അതുകൊണ്ടാണ് ഞാൻ കേടിന്ന് വിളിക്കുന്നത്. ഹോ ഇവൻ എങ്ങനെയാ അവള് സഹിക്കുന്നത്? എന്തോന്ന്, എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് മീര ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആക്ഷൻ തുടങ്ങാൻ കേട്ടോ. അയ്യോ എന്നെ കാത്തോളനെ, ഈ മിഷൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ എനിക്കൊരു ആപത്തും വരുത്തരുതേ. ഇതും പറഞ്ഞോണ്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ മീര. അയ്യോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ഇവ നോക്കുന്നില്ലല്ലോ. ഷോ ഇനിയിപ്പൊ ഞാൻ എങ്ങനെ അവനെ വിളിക്കുക? ഇവനെന്തോ ഒന്നും പറയാത്തത്? ഈശ്വര, ഇനിയിപ്പൊ എനിക്ക് ഫോൺ ചെയ്യാൻ ഒരു നിവൃത്തിയില്ലല്ലോ. ആ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ശരി, ഫോണിൽ ചാർജ് ഇല്ലാതെയാണോ ഇന്റർവ്യൂക്ക് പോകുന്നത്? ഫോണിലൊരു 10% പോലും ഇല്ലാതെ എങ്ങോട്ടും ഇറങ്ങരുത് സച്ചി, പറ്റിപ്പോയി.
ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി, അതുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ മറന്നു. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. എനിക്കാണെങ്കിൽ അർജന്റായിട്ട് ഒരാളെ വിളിക്കണം. അതുകൊണ്ട് സച്ചിയുടെ ഫോണൊന്ന് എനിക്ക് തൽക്കാലം തരുമോ? എന്റെ ഫോണോ? ആ, ഞാൻ അതിൽ നിന്ന് ഒരാൾക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ തരാം. ശരി. ആ ദേ, പെട്ടെന്ന് വിളിച്ച് തന്നോളണം. താരാ സച്ചി, അല്ലാതെ എനിക്ക് നിന്റെ ഫോണിൽ വേറെന്താ കാര്യം? പറയാൻ പറ്റത്തില്ല, ആ കേടിയുടെ കൂട്ടുകാരിയല്ലേ. സച്ചി നിർത്ത് സച്ചി, നീ ഇങ്ങനെ അവളിങ്ങനെ ഓരോന്നും പറയാതെ. ഞാനൊന്നും പറയുന്നില്ല. ദേ, വിളിച്ചിട്ട് പെട്ടെന്ന് തരാൻ നോക്ക്. ഓ ശരി. ദേ, എവിടേക്കെങ്കിലും തിരിയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. സ്ഥലവും പറഞ്ഞില്ല, മനുഷ്യനിട്ട് വട്ടാക്കും. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി കാർ ഓടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മീര ആണെങ്കിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് ഫോൺ നോക്കുകയാണ്. ആ സമയത്ത് സച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നണം കേട്ടോ. മീരയെ ഇടയ്ക്കിടയ്ക്ക് മിററിലൂടെ നോക്കുകയാണ് കേട്ടോ സച്ചി. ആ സമയത്ത് വെപ്രാളപ്പെട്ടുകൊണ്ട് ഫോൺ നോക്കുന്ന മീരയാണ് കാണിക്കുന്നത്. ഇവളെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ല മീരെ, നീ ഇന്റർവ്യൂക്ക് ലേറ്റ് ആണോ? ഏയ് അല്ല, പിന്നെന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ആകെ വേർത്തൊലിക്കുന്നുണ്ടല്ലോ. AC കൂട്ടിയിടണോ? ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ, ഇന്റർവ്യൂക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ആലോചിച്ചിട്ടാണോ? ചെറുതായിട്ട് അതിന്റെ ഒരു ടെൻഷനുണ്ട്. ചെറുതായിട്ടല്ലല്ലോ തോന്നുന്നത്. ഇവൻ എന്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ആ സമയത്ത് വീണ്ടും വീണ്ടും സച്ചി മിററിലോട്ട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും മീരയുടെ മുഖത്തുള്ള പേടിയാണ് കേട്ടോ കാണുന്നത്. കുറച്ചു നേരം ആയല്ലോ ഫോൺ നോക്കുന്നത്, ആർക്കും വിളിക്കുന്നത് കാണാനുമില്ല. ഇനി ഇവളെന്റെ ഫോണിൽ വേറെന്തെങ്കിലും നോക്കുമായിരിക്കോ? പറയാൻ പറ്റത്തില്ല. ആ കേടിയുടെ കൂട്ടുകാരിയല്ലേ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി പിന്നിലോട്ട് തിരിഞ്ഞിട്ട് ആ ഫോൺ ഒരൊറ്റ വാങ്ങൽ കേട്ടോ. സച്ചി അതിങ്ങ് തന്നേ, ഇത് എന്റെ ഫോണല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് സച്ചി ഫോൺ ഓപ്പൺ ചെയ്യാൻ കേട്ടോ. മീരയുടെ മുഖത്ത് ആ സമയത്ത് നല്ല പേടിയുണ്ട് കേട്ടോ. നീ ഫോൺ ചെയ്യാനല്ലേ എൻ്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിയത്? ഇത് ഗാലറി ആണല്ലോ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ല, നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ നിനക്ക് ഫോൺ ചെയ്യാൻ എൻ്റെ ഫോൺ തന്നത്? അതിന് പകരം നീ എന്താ ഗാലറിയിൽ ചെയ്യുന്നത്? ഫോൺ വിളിക്കാൻ ഫോൺ തന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് കോൾ ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരുടെ ഗാലറി തപ്പലല്ല. അയ്യോ സച്ചി, അത് പിന്നെ നീ പിടിച്ചു വാങ്ങുന്നതിനിടയിൽ എൻ്റെ കൈ ഗാലറിയിൽ അറിയാതെ തട്ടിപ്പോയതായിരിക്കും. എന്ത് വിശ്വസിക്കാൻ പറ്റുന്ന കള്ളമല്ല സച്ചി. ഞാൻ ഫോൺ കോൾ എടുക്കാൻ വേണ്ടി പോയതാ. ആ സമയത്താണ് എൻ്റെ കൈ അതിൽ തട്ടിയത്. നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റാത്ത ഇനങ്ങളാ. ദേ സച്ചി, കുറെ നേരമായി നിന്റെ വായിലിരിക്കുന്നത് കേട്ടോണ്ട് നിന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. നിന്നെ എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാ നിന്റെ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്യാൻ കയറിയത്. അതിനു പകരം നീ എന്നെയും ശ്രുതിയും ഏത് സമയം ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ പറയാതിരിക്കും? ഫോൺ ചെയ്യാൻ തന്ന ഫോണിലെ കോൾ ചെയ്യുന്നതല്ല കാണുന്നത്, പകരം ഗാലറി നോക്കുന്നതാ. അതുകൊണ്ട് തൽക്കാലം മോള് വേറെ ആരെങ്കിലും ഫോൺ വാങ്ങി ഫോൺ ചെയ്തോ. എന്റെ ഫോൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. നീ എന്തൊരു ദുഷ്ടനാ സച്ചി. ദുഷ്ടൻ ഞാനൊന്നും പറയുന്നില്ല. അല്ല, നീ എന്തിനാ എന്റെ ഫോൺ ശരിക്കും എടുത്തത്? വേറൊരു ഉദ്ദേശവും ഇല്ലല്ലോ. എനിക്കെന്ത് ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശവും ഇല്ല. ഓ ശരി, ഉദ്ദേശമില്ല. ഞാൻ നിനക്കൊക്കെ കൊള്ളാം. അല്ലെങ്കിലേ ഈ സച്ചിയുടെ തനി കൊണമൊക്കെ നീ അറിയും. പെട്ടെന്ന് പാനിക് ആവുന്ന മീര പറയുന്നുണ്ട്. സച്ചി സ്റ്റോപ്പ്, ഇവിടെ നിർത്തിക്കോ. നിന്റെ സേവനം എനിക്കിനി ആവശ്യമില്ല. അതുകൊള്ളാട്ടോ, മര്യാദയ്ക്കൊരു ചേച്ചിന്റെ വണ്ടി കയറി ഇരുന്നതാ. അതിനെ പുറത്താക്കിയിട്ട് നീയല്ലേ കയറി ഇരുന്നത്. എന്നിട്ട് ഇപ്പൊ നിനക്ക് വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടതോ? നിനക്ക് കാശ് കിട്ടിയാ പോരെ? അതിൽ നീ കിടന്ന് ഇങ്ങനെ ഇളകണ്ട. നിന്റെ കാശ് എനിക്ക് പോവേണ്ട അടുത്തേക്കുള്ള കാശുണ്ട്. ഇത് തൽക്കാലം നീ അത് വെച്ചോ. അവന്റെ ഫോൺ വാങ്ങിയൊരു ഫോൺ ചെയ്യുന്നതിന് എന്തൊക്കെ കേൾക്കണം ഞാൻ. ഇങ്ങനെ ആളുകൾ ഉണ്ടാവോ? ശ്രുതി പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എന്നാലും സച്ചി, നിന്റെ നാവടിക്കല്ലേ നിനക്ക് വിജയിക്കാൻ പറ്റൂ. അല്ലെങ്കിലേ ഇതുപോലെ ഓട്ടക്കാര് കയറി വഴിയരികി വെച്ച് ഇറങ്ങേണ്ടി വരും. അത് ശരിയാ. ഇതുപോലെ ഡ്രൈവർമാരെ ഉപയോഗിക്കുന്ന ഓട്ടക്കാര് കയറിയ ഇത് തന്നെയായിരിക്കും അവസ്ഥ ഉണ്ടായിരിക്കുക. നീ നിന്റെ ഈ പാട്ട വണ്ടി എടുത്ത് പോവാൻ നോക്കടാ. ഇതും പറഞ്ഞുകൊണ്ട് മീര ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു കേട്ടോ. ആ സമയത്ത് സച്ചിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നാണ്. ഇവള് വെറുതെ ഒന്നല്ല എൻ്റെ വണ്ടി കയറിയത്, എന്തോ കാര്യമായിട്ടുണ്ട്. അവൾ ആർക്കോ വേണ്ടി എൻ്റെ ഫോൺ എടുത്തതാണ്. മിക്കവാറും ആ കേടിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കാലത്തും എൻ്റെ വണ്ടിയിൽ കയറാത്ത അവൾ എന്തിനാ ഇന്ന് എൻ്റെ കാറിൽ തന്നെ കയറിയത്? അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ചതിയുണ്ടെന്ന് മനസ്സിലാക്കാൻ സച്ചി ഒരു വിഡ്ഢിയൊന്നും അല്ല. എന്തായാലും ഇവൾ അങ്ങനെ വെറുതെ വിടരുത്. ഇവളുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോഴാണ് കേട്ടോ അവൾക്ക് ഒരു ഓട്ടോ കിട്ടുന്നത്. അതായത് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് മീര ഒരു ഓട്ടോ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഓട്ടോയുടെ പിന്നാലെ തന്നെ സച്ച് കാറും ഓടിച്ച് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഓട്ടോയിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ഇറക്കുന്നുണ്ട് കേട്ടോ. ഇവിടേക്കാണോ ഇവക്ക് വരാനുള്ളത്? ഇവിടെയാണ് ഇന്റർവ്യൂ എങ്കിൽ പിന്നെ എന്തിനാ എന്നെ അവള് മെനക്കെടുത്തിയത്? അപ്പം അതൊന്നും അല്ല കാര്യം. അതിൻ്റെ പിന്നിൽ വേറെന്തോ കാര്യമുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് കാർ ഒരു സൈഡിൽ ഒതുക്കി മീരയെ വാച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോഴാണ് മീര ഫോൺ എടുക്കുന്നത് കാണിക്കുന്നത്. എന്നിട്ട് മീര ഫോൺ ഓൺ ആക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ സച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഫോൺ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവളുടെ ഫോണിൽ ചാർജ് ഉണ്ടായിട്ടാണോ അപ്പൊ എൻ്റെ ഫോൺ ഇവള് വാങ്ങിച്ചത്? അപ്പോൾ എന്തോ ചതിയാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു സച്ചിനി. ഇനി ഇവളുടെ പിന്നാലെ തന്നെ ഒരു കണ്ണുമായിട്ട് ഉണ്ടായിരിക്കണം. ആ സമയത്താണ് കേട്ടോ ശ്രുതിക്ക് വിളിക്കുന്നത്. ഹലോ ശ്രുതി. മീരെ വീഡിയോ കിട്ടിയോ?
ആ കിട്ടിയടി കിട്ടി. നീയേ പാർലറിന്റെ താഴോട്ടൊന്ന് വാ, ഞാൻ ഇവിടെ ഉണ്ട്. ദേ ഞാൻ ഇപ്പൊ വരാം. ആ ശാലിനി, ഇവരൊന്ന് നോക്കിക്കൊള്ളണേ, ഞാനിപ്പോൾ വരാട്ടോ. ആ ശരി മാഡം. അങ്ങനെ ഇതും പറഞ്ഞ് ശ്രുതി നേരെ താഴോട്ട് ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സച്ചി നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. സച്ചിക്ക് ഒരു കാര്യം മനസ്സിലാവാണ്, സച്ചിയെ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണെന്നുള്ളത്. സച്ചി അങ്ങനെ ഇവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഹാ മീരേ, ആ നീ വന്നോ? പിന്നെ വരാതിരിക്കോ? വീഡിയോ നീ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാതെ നിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു അല്ലേ? അതേടി, ഞാൻ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. എന്തേ വീഡിയോ കിട്ടിയില്ലേ? ഇല്ല. എങ്ങനെ വീഡിയോ കിട്ടാനാ? അവന്റെ വണ്ടി കയറിയിട്ട് അവൻ എന്നെ കടിച്ചു കയറി തിന്നാൻ വരുമല്ലേ? നീ എന്തൊക്കെയാ മീരി പറയുന്നത്? പോയ കാര്യം നടന്നില്ലേ? ഇല്ലടി. ശേ, നിന്നെ ഒരു കാര്യത്തിന് പറഞ്ഞയച്ച കൊള്ളത്തില്ല. അത് ശരി, നിനക്ക് വേണ്ടി അറ്റംപ്റ്റ് നടത്തിയതും പോരാ, അതിൽ പരാജയപ്പെട്ടപ്പോ നീ എന്നെ തള്ളിക്കളയുന്നോ? ആ അത് പിന്നെ സച്ചി ഒരു കണക്കിന് പറഞ്ഞത് ശരിയാ. നിനക്ക് ഉപകാരത്തിന് വേണ്ടി മാത്രമേ എന്നെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നീയൊക്കെ എന്നെ കറിവേപ്പില പോലെ എറിയും. അയ്യോ, അവൻ അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. അവനെ ഒരു ഒന്നാന്തരം കേടിയാണെന്നല്ലേ അവൻ നിന്നെ 1000 വട്ടം ഇപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. എന്നെയോ? അതെ, നീയൊരു കേടിയാണെന്ന് ഒരു 100 വട്ടം പറഞ്ഞു. നിന്റെ കൂടെ നടക്കരുതെന്നും നിന്റെ കൂടെ നടന്ന കേട് വന്ന് പോകുന്നു പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞല്ലേ? നീ ഇപ്പം അവനെ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതെ, ഞാൻ കാരി അവൻ്റെ ഫോണൊക്കെ വാങ്ങിച്ചു. പക്ഷെ അവൻ എന്തോ സംശയം തോന്നി എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. അയ്യോ, എന്നിട്ട് എന്ത്? ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തത് അവൻ കണ്ടു. അവൻ പിടിച്ചു വാങ്ങുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. എന്നിട്ട് നീ സത്യം പറഞ്ഞോ? ഞാൻ എങ്ങനെ സത്യം പറയും? അങ്ങനെ പിടിവിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിന്റെ കാര്യമായി പോയില്ലേ? ഹോ, ആശ്വാസായി. അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ. അവനെ ഒന്നാന്തര ബുദ്ധിശാലിയാ. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് അവൻ കണ്ടുപിടിക്കും. അവനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ആ എന്തായാലും തൽക്കാലം അവൻ്റെ അടുത്ത് നൂരി പോന്നില്ലേ, അതേ എന്നെ ആശ്വാസം. ഹോ, ഇനി ഞാൻ എങ്ങനെ ആൻ്റണിക്ക് ആ വീഡിയോ എടുത്തു കൊടുക്കുക? ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. അപ്പം അവളുടെ ഫോണിൽ ചാർജും ഉണ്ട്, അവൾക്ക് ഫോൺ ചെയ്യാനും പറ്റും. എന്നെ മനപ്പുറം വിഡ്ഢിയാക്കുമായിരുന്നു. എന്നാൽ പിന്നെ ഇതൊന്നും അറിയണമല്ലോ, അവളോട് നേരിട്ട് എന്നെ ചോദിക്കാം. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ നിർത്തി ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് അവിടെ നിന്ന് നേരെ ഇവരുടെ അടുത്തോട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീരയുടെ പിന്നി വന്ന് നിൽക്കാൻ കേട്ടോ സച്ചി. ഡേ സച്ചിയോ? ആ സച്ചി തന്നെ. എന്തേ വിശ്വാസമായില്ലേ? നിന്നെ പാതി വഴിക്ക് ഇറക്കി വിട്ടപ്പോ നീ ഞാൻ അങ്ങ് പോവെന്ന് കരുതിയോ? അല്ല, സച്ചിന്റെ ഇവിടെ നിന്റെ ഇന്റർവ്യൂ ഇവിടെ ആയിരിക്കും. ഇവളായിരിക്കും നിന്നെ ഇന്റർവ്യൂ എടുക്കുന്നത്, ഈ കേടി. സച്ചി, മര്യാദയ്ക്ക് സൂക്ഷിച്ച് സംസാരിച്ചോളണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? എന്നെ പിടിച്ച് തിന്നുവോ അല്ലെങ്കിൽ എന്നെ കൊല്ലുവോ? നീയൊന്നിങ്ങ് വന്ന് നോക്ക്. ഛേ, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്കേ കാർ ഓടിക്കുന്ന പണിയല്ലേ, അല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ തലയിടുന്ന പണിയല്ലല്ലോ. ദേ കേടി, നിന്നോട് ഞാൻ ചോദിച്ചില്ല, നീ നിർത്തിക്കോ. ദേ സച്ചി, നീ കുറെ നേരമായി എന്നെ കേടിന്ന് വിളിക്കുന്നു. ഇവളോട് 1000 വട്ടം നീ എന്നെ കേടി എന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു, നീ ഒരു കേടി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ദേ സച്ചി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ചെന്ന് അച്ഛനോട് പറയും. നീ പോയി പറയും. എനിക്ക് പുല്ല. അച്ഛനെ എൻ്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. ന്യായത്തിന്റെ കൂടെയല്ലേ അച്ഛന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതോടെ ഒന്ന് മാറി നിന്നേ. എനിക്ക് നിന്നോട് ഒന്നും ചോദിക്കാനില്ല. ഇവളാ എൻ്റെ കാറി കയറിയത്, ഇവളോടാ എനിക്ക് ചോദിക്കാനുള്ളത്. സച്ചി, നിനക്കെന്താ ചോദിക്കാനുള്ളത്? ചോദിക്ക തന്നെ ചെയ്യും ഞാൻ. ആ ഫോൺ ഇങ്ങിത്താ. ഇതും പറഞ്ഞുകൊണ്ട് മീരയുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങാണ് കേട്ടോ. കൊള്ളാം. 70% ഫോണ്, എന്നെക്കാളും ചാർജുള്ള ഫോണ്. എന്നിട്ട് ഇത് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് നാടകം കളിച്ച് എൻ്റെ ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങി. അത് പിന്നെ സച്ചി, ഞാൻ കരുതി സ്വിച്ച് ഓഫ് ആയി പോയെന്നല്ലേ. തന്നാലെ സ്വിച്ച് ഓഫ് ആയി പോയെന്ന് അങ്ങ് കരുതുവാ. അത് മിണ്ടരുത്. എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തിനാ എൻ്റെ കാറി കയറിയത്? എന്തിനാ എൻ്റെ ഫോണ് വാങ്ങിച്ചത്? അത് മുഴുവനായിട്ടും ഇവിടെ പറഞ്ഞോ? അത് പിന്നെ ഞാൻ കേട്ടിട്ടേ പോകുന്നുള്ളൂ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? എൻ്റെ ഫോണിൽ നിന്ന് നീ എന്ത് പകർത്തി എടുക്കാനാണ് എൻ്റെ ഫോൺ എടുത്തത്? അയ്യോ സച്ചി, ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ. അതെ, നിന്റെ ഫോണിൽ ചാർജ് ഉണ്ടായതിട്ടും നീ നാടകം കളിച്ചുകൊണ്ട് എൻ്റെ ഫോൺ വാങ്ങിച്ചത് എന്തിനാണെന്ന് പറ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ദേ സച്ചി, പെമ്പിള്ളവരോട് അനാവശ്യമായിട്ട് ഓരോന്ന് സംസാരിച്ചാലുണ്ടല്ലോ, അവർ കേസ് കൊടുത്താൽ നീയൊക്കെ കുടുങ്ങും. പിന്നെ നീ അങ്ങ് ഒലത്തും. നിന്നെ പോലുള്ള പെമ്പിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട്, എന്ത് ചവർ കേസ് വന്നാലും സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താല് നല്ല ആമ്പിള്ളേരെ പിടിച്ച് ജയിലിൽ കയറ്റാന്ന്. അതങ്ങ് മാറ്റി വെച്ചേക്ക്. മീരെ, നീ പറയുന്നുണ്ടോ സത്യം? ഇവർക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തതാണോ? ഉണ്ടെങ്കിൽ അത് സത്യം പോലെ പറഞ്ഞോ. ഇല്ലാന്നുണ്ടെങ്കിലേ നിന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. സച്ചി, എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഞാൻ അറിയാതെ ഗാലറി ഓപ്പൺ ചെയ്ത് പോയതാ. ദേ, വീണ്ടും നീ കള്ളം പറയുന്നു. ഇവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ കള്ളം പറയുന്നെങ്കിൽ നീ അഴി എണ്ണും മീരെ. അത് വേണോ വേണ്ടിയോ എന്നുള്ളത് നീ തീരുമാനിച്ചോ? ഒന്ന് പോട സച്ചി. നീ ആരെ ഈ വരട്ടുന്നത്? മീരയോ?
ദേ അവളൊന്ന് ആർത്ത് വിളിച്ചാലുണ്ടല്ലോ ചുറ്റിലുള്ളവർ കൂടും, പിന്നെ നിന്നിട്ട് ശരിക്കും ഒന്ന് പെരുമാറും. നിനക്കത് വേണോ? എന്നാ പിന്നെ ഇവളൊന്ന് ആർത്ത് വിളിക്കട്ടെ. എൻ്റെ കയ്യിൽ അതിനുള്ള എവിഡൻസും ഉണ്ട്. എവിഡൻസോ? അതെ, എവിഡൻസ്. നിന്നെപ്പോലുള്ള കേടികളൊക്കെ കാറി കയറിയാലേ എവിഡൻസ് ഉണ്ടാക്കി വെക്കേണ്ടത് നിർബന്ധമല്ലേ? ശ്രുതി, ഇവൻ എന്തൊക്കെയാ പറയുന്നത്? കണ്ടോ, കാണിച്ചു തരാം. ദേ ഇതെന്റെ ഫോണ്. ഈ കേടിയുടെ കൂട്ടുകാരി ആയതുകൊണ്ടേ നീ കാറി കയറിയപ്പോ തന്നെ ഞാൻ എൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീ പറഞ്ഞ സകലതും നിന്റെ വീഡിയോ ഉൾപ്പെടെ എൻ്റെ ഫോണിനകത്തുണ്ട്. ഇത് ഞാൻ സ്റ്റേഷനിൽ അങ്ങ് ഹാജരാക്കും. അപ്പൊ പിന്നെ നീ പറഞ്ഞതൊന്നും പറഞ്ഞില്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അയ്യോ ശ്രുതി, സച്ചി ആ വീഡിയോ ഡിലീറ്റ് ആക്ക്. എന്തിന്? എനിക്കറിയണം എൻ്റെ ഫോൺ ഇവളെ എന്തിനാ എടുത്തതെന്നുള്ളത്. അതറിഞ്ഞാൽ പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കി കളയാം. ശ്രുതി, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. സച്ചി, നീ അനാവശ്യമായിട്ട് വെറുതെ ഇവളുടെ വീഡിയോ ഒക്കെ എടുത്തത് എന്തിനാ? അവളുടെ വീഡിയോ ഞാൻ എടുത്തില്ല. അവൾ പറയുന്നത് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ അവളുടെ ഡ്രസ്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പോലീസുകാർക്ക് ഇതൊക്കെ ധാരാളമാണ് തെളിവിന്. എൻ്റെ ഫോണിൽ നിന്ന് പണം തട്ടാൻ വേണ്ടി നീ എൻ്റെ ഫോണ് തന്ത്രപൂർവ്വം കൈക്കലാക്കിയെന്ന് ഞാൻ പോലീസിനൊരു കേസ് കൊടുക്കും. എന്താ, അത് വേണോ? അയ്യോ വേണ്ട, ഞാൻ സത്യം പറയാം. മീരെ, നീ ഒന്നും മിണ്ടാതിരിക്കേ. നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്തേ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുക. ഇപ്പം നിനക്ക് വേണ്ടി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ പോയി സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. എനിക്ക് സത്യങ്ങൾ സച്ചിയോട് തുറന്ന് പറഞ്ഞേ പറ്റൂ. സച്ചി, ഞാൻ ഇവക്ക് വേണ്ടിയാ നിന്റെ ഫോൺ എടുത്തത്. അങ്ങനെ സത്യം പറയ്, വഴിക്ക് വാ. പറ, എന്തിനാ എൻ്റെ ഫോൺ എടുത്തത്? അത് പിന്നെ ഇവള് പറഞ്ഞു നിന്റെ ഫോണിൽ ഒരു വീഡിയോ ഉണ്ടെന്ന്. ആ വീഡിയോ എടുക്കാൻ വേണ്ടിയാ നിന്റെ ഫോൺ ഞാൻ എടുത്തത്. എൻ്റെ ഫോണിലെ വീഡിയോയോ? അതേത് വീഡിയോ? ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അത് സച്ചി, നീ ഇതിനു മുമ്പ് സുധിയെ വിരട്ടാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തില്ലേ? അമ്മയുടെ പേര് നമ്മുടെ ഷോറൂമിൽ ഇടണ്ടെന്നും പറഞ്ഞിട്ട് അതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. അതെ, എന്നെ ശ്രുതി അതിനെ ഏൽപ്പിച്ചതായിരുന്നു. അതിപ്പോൾ എന്തിനാ നീ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം? കാരണം അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അത് സുധി പേര് മാറ്റുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ നീ ഇതെങ്ങാനും എടുത്തിട്ടാലോ എന്ന് കരുതി പേടിച്ചിട്ടാ. നീയേ ഈ കല്ല് വെച്ച് നുണ വേറെ ആരുടെങ്കിലും പറ. കാരണം അന്ന് ഞാൻ വോയിസ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, വീഡിയോ ആക്കി എടുത്തിട്ടില്ല. അയ്യോ അതെ, എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് കരുതിയിട്ടാ ഇവളോട് ആ വീഡിയോ ഡിലീറ്റ് ആക്കണമെന്ന് പറയാൻ പറഞ്ഞത്. അതെ സച്ചി, അതാണ് എന്നോട് ശ്രുതി പറഞ്ഞത്. അല്ല, അതല്ലാത്ത എന്തോ വീഡിയോ എൻ്റെ ഫോണിലുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എൻ്റെ ഫോൺ എടുത്തത്? മീരെ, സത്യം പറ, ഇല്ലെങ്കിൽ ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. അയ്യോ അതെ, വേറെ വീഡിയോ എടുക്കാനാ? മീരെ, നീയൊന്നും മിണ്ടാതിരിക്കും ശ്രുതി. ഇതെൻ്റെ ജീവിത പ്രശ്നമാണ്. എന്നെ ഇവരെങ്ങാനും സ്റ്റേഷനിൽ കയറ്റിയാലേ അയ്യോ അതൊന്നും ശരിയാവത്തില്ല. ആൻ്റണി പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഫോൺ എടുത്തത്. അല്ലാതെ എനിക്കോ ശ്രുതിക്കോ ഇതിലൊരു പങ്കുമില്ല. എന്ത്? ആൻ്റണി പറഞ്ഞിട്ടോ? അതെ, ആൻ്റണി പറഞ്ഞിട്ട്. ആൻ്റണി എങ്ങനെ നിങ്ങളുടെ അടുത്തെത്തി? അത് പിന്നെ ആൻ്റണി എന്തിനാ നിങ്ങളോട് ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടത്? നിങ്ങളതെന്തിനാ ചെയ്തു കൊടുക്കണം? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ആൻ്റണി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. ഞാൻ അതിനൊരു അറ്റംപ്റ്റ് നടത്തി, അത്രയേ ഉള്ളൂ. അതിരിക്കട്ടെ, അവൻ എന്ത് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞത്? അത് രേവതിയുടെ അനിയനില്ലേ ശരത്ത്, അവൻ മോഷ്ടിക്കുന്ന ഒരു വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടിയിട്ട്. ഓഹോ, അപ്പം ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ ഫോൺ എടുത്തത്. ഷോ, അതിന് ആ വീഡിയോ എൻ്റെ ഫോണിൽ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലല്ലോ, പിന്നെ ആ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനാ? അത് ഞാൻ അവരുമായിട്ട് നന്നായപ്പോൾ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അയ്യോ, എന്തേ കിട്ടിയില്ല അല്ലേ വീഡിയോ? പലരെടുത്തി. എനിക്കിപ്പോൾ സമയമല്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ ബാക്കി തരാം. ആദ്യം ഞാൻ അവനെ ചെന്നൊന്ന് കാണട്ടെ, ആൻ്റണിയെ. സച്ചി, നീ ഇപ്പം ആൻ്റണിയുടെ അടുത്തോട്ടൊന്നും പോണ്ട. അവൻ പിന്നെ എന്നെ ഉപദ്രവിക്കും. ഉപദ്രവിക്കട്ടെ, നിന്നെ ഉപദ്രവിക്കണ്ടേ? കാരണം നീ സച്ചിയുടെ അനിയനെ ബലിയാടാക്കാനാ നോക്കിയത്. സച്ചി, ഒരു ആവശ്യം വന്നപ്പോൾ ചെയ്തു പോയതാ. എന്താവശ്യം വന്നിട്ട്? കൊന്നും കുടുംബ ബന്ധത്തോട് സ്നേഹമില്ല. അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ നീ ആ ശരത്തിനെ കെണിപ്പെടുത്താൻ നോക്കുമായിരുന്നില്ല. നിന്റെ സ്വന്തം അനിയനാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അല്ലേനും അവൻ എന്തിനാ മോഷ്ടിക്കാൻ നിന്നത്? മോഷ്ടിക്കാൻ നിന്നിട്ടല്ല, അത് തെളിയിക്കാൻ ഞങ്ങൾ നിന്നത്. മോഷ്ടിച്ചു ആൻ്റണിയുടെ കൂടെ കൂടിയിട്ട്. പക്ഷെ ഇപ്പം അവൻ അങ്ങനെയല്ല. അവൻ നല്ലൊരു പയ്യനാ. വെറുതെ അവൻ്റെ ഇമേജ് നശിപ്പിക്കാൻ വേണ്ടി നീയും ഇവളും മേലാൽ ശ്രമിക്കരുത്. അങ്ങനെ നീ ശ്രമിച്ചെന്ന് സച്ചിയുടെ ചെവിയിലെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടില്ല നിന്നെ ഒന്നും ഞാൻ. നീ ഒരു കേടിയാണെന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം നിന്റെ കയ്യിൽ അമ്മാതിരി പരിപാടികളല്ലേ. പിന്നെ നീ ഇവളുടെ കൂടെ കൂടിയിട്ട് ഇതുപോലത്തെ പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കന്നെ മീരെ.
അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഈ കേടിയുടെ കൂടെ നടക്കണ്ടെന്ന്. അവസരം വന്നാൽ നിന്നെ ഇവൾ തട്ടാനും മടിക്കില്ലെന്ന്. പാർവതികളത് ഞാൻ വീട്ടിലെത്തിയിട്ട് തരാം. ശ്രുതിക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം. ആദ്യം ആന്റണിയെ ഞാനൊന്ന് ചെന്ന് കാണട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ. ഇടി മീരെ, നീ സത്യമൊക്കെ തുറന്നു പറഞ്ഞില്ലേ? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? എന്നെ കൊലക്കൊടുക്കണമായിരുന്നോ? നീ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ ഇങ്ങനെ മിഴിച്ച് മുണ്ടാതെ നിൽക്കുക. അപ്പം പിന്നെ ഞാൻ ട്രെയിനിന് തലവെച്ച് കൊടുക്കണമായിരിക്കും. ഒന്ന് പോയേ നീ. ഓക്കെ, അങ്ങനെ ഈ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. സച്ചി എന്തായാലും ഇനി വമ്പൻ ട്വിസ്റ്റാണ് അവിടെ നടക്കാൻ പോകുന്നത്. സച്ചി ആന്റണിയെ ചെന്ന് തല്ലുന്നുണ്ട് കേട്ടോ. വേദനിച്ച ആന്റണി സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. കാരണം ശ്രുതി ഒറ്റ കൊടുത്തതാണെന്ന് കരുതിയിട്ട് കേട്ടോ. സച്ചി അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കാൻ കേട്ടോ. എന്തായാലും ഈ നവീൻ ദാസിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കുകയാണ്. നവീൻ ദാസിലോട്ട് എത്രയും പെട്ടെന്ന് സച്ചി എത്തും. ആ ഒരു കിടലൻ എപ്പിസോഡാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ ആ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗൈസ്.